അരനൂറ്റാണ്ടിലേറെ കാലം കേരളത്തിലെ കോൺഗ്രസിനെ നിയന്ത്രിച്ച ഗ്രൂപ്പ് രാഷ്ട്രീയം പുതിയ പരിണാമ പ്രക്രിയയിലൂടെ കടന്നു പോവുകയാണിപ്പോൾ. കെ കരുണാകരനെ നിഗ്രഹിച്ച ശേഷം സർവാധിപത്യം നേടിയ എ ഗ്രൂപ്പ് തമ്മിൽ തല്ലി യാദവ് കുലം പോലെ തകർന്നടിഞ്ഞു കഴിഞ്ഞു. എ ഗ്രൂപ്പിലെ കെ സി ജോസഫും എം ഹസനും അടങ്ങുന്ന വിഭാഗം വി ഡി സതീശനോട് കൂറ് കാണിച്ചു നിൽക്കുന്നു. ബെന്നി ബെഹനാനും കൂട്ടർക്കും രമേശ് ചെന്നിത്തലയോടാണ് താൽപ്പര്യം. പി സി വിഷ്ണുനാഥും ഷാഫി പറമ്പിലും ഇനി എ ഗ്രൂപ്പിനെ തങ്ങൾ നയിക്കുമെന്ന സന്ദേശം നിരന്തരം പുറത്തുവിടുന്നു. വി ഡി സതീശനോടും കെ സി വേണുഗോപാലിനോടും ഒരുപോലെ ചേർന്ന് നിൽക്കുകയാണ് ഷാഫിയും വിഷ്ണുവും. ടി സിദ്ദിഖും ചാണ്ടി ഉമ്മനും ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ എന്ന പേരിൽ സംസ്ഥാനം ഒട്ടുക്കും പ്രവർത്തകരെ സംഘടിപ്പിച്ച് വേറെ തന്നെ ഗ്രൂപ്പായി നിൽക്കുകയും അതേസമയം കെ സി വേണുഗോപാലിനോട് കൂറ് കാണിക്കുകയും ചെയ്യുന്നു. കെ കരുണാകരനും കെ മുരളീധരനും സമ്പൂർണ്ണ വിധേയത്വം പ്രഖ്യാപിച്ച ഐ ഗ്രൂപ്പ് നേതാക്കളെ 2005 ശേഷം ക്രമേണ രമേശ് ചെന്നിത്തല വരുതിയിലാക്കിയതാണ് ഗ്രൂപ്പ് ചരിത്രം. പി തങ്കച്ചനും കെ സുധാകരനും അടക്കമുള്ള നേതാക്കൾ ഇക്കാര്യത്തിൽ രമേശ് ചെന്നിത്തലയെ സഹായിച്ചു. പാർട്ടി വിട്ട കെ മുരളീധരൻ പിന്നീട് തിരിച്ചു വന്നപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് മുന്നിൽ കാഴ്ചക്കാരനായി നിൽക്കേണ്ടിയും വന്നു. ഒരു വ്യാഴവട്ടം കഴിഞ്ഞപ്പോൾ രമേശ് ചെന്നിത്തല ദുർബലനായി. ഐ ഗ്രൂപ്പായി കൂടെ നിന്ന 90% നേതാക്കളും ചെന്നിത്തലയെ കൈയൊഴിഞ്ഞ് കെ സി വേണുഗോപാൽ പക്ഷത്തേക്ക് നീങ്ങി. മറ്റൊരു ചെറിയ വിഭാഗം വി ഡി സതീശന് കൈകൊടുത്തു. കെ മുരളീധരന്റെ പഴയ സ്ഥിതിയിലേക്ക് രമേശ് ചെന്നിത്തല മാറിയിരിക്കുന്നു. രാജ്യം നഷ്ടപ്പെട്ട രാജാവെന്ന പോലെ നിന്ന കെ മുരളീധരന്റെ അവസ്ഥ രമേശ് ചെന്നിത്തലയെയും ഗ്രസിച്ചിരിക്കുന്നു. ദേശീയ രാഷ്ട്രീയമാണ് കെ സി വേണുഗോപാലിന്റെ കളമെങ്കിലും സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ അതികായനും കെ സി വേണുഗോപാലാണ്. കേരളത്തിലെത്തിയാൽ കെ സി തങ്ങുന്നിടത്ത് കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ കാണാനെത്തുന്നു. എല്ലാ ഗ്രൂപ്പിലും പെട്ട നേതാക്കൾ കെ സിയെ നേരിട്ട് കണ്ട് കൂറ് അറിയിക്കുന്നു. ചിലർ കെ സി ഗ്രൂപ്പിൽ ചേരുന്നു, മറ്റു ചിലർ ഒപ്പമുണ്ടെന്ന് അറിയിക്കുന്നു. എ ഗ്രൂപ്പ് എന്നോ ഐ ഗ്രൂപ്പ് എന്നോ നാട്ടിൽ അറിയപ്പെട്ടിരുന്ന നേതാക്കളിൽ ബഹുഭൂരിപക്ഷവും ഇപ്പോൾ കെ സിയുടെ ആളുകളായി മാറുന്ന സ്ഥിതിവിശേഷമാണ്. കെ സി ഗ്രൂപ്പിൻ്റെ കേരളത്തിലെ സംഘാടകനായ എ പി അനിൽകുമാറിൻ്റെ മലപ്പുറത്തെ വീട്ടിൽ പാണക്കാടുള്ളതിനേക്കാൾ തിരക്കാണെന്നാണ് കോൺഗ്രസിനകത്തെ സ്വകാര്യ വർത്തമാനം. ഐ ഗ്രൂപ്പ് ആക്റ്റീവാക്കാൻ പരമാവധി ശ്രമിച്ചിട്ടും ഫലമില്ലാതെ വന്നപ്പോൾ കെ സിയോട് ചേർന്ന് പോകാനാണ് നിലവിൽ രമേശ് ചെന്നിത്തലയുടെ തീരുമാനം. അധികാരമുള്ളിടത്ത് ചേക്കേറുന്നതാണ് കോൺഗ്രസ് നേതാക്കളുടെ പൊതുശൈലി. ഗ്രൂപ്പുകൾ ദുർബലമാവുകയും ചെന്നിത്തല MLA മാത്രമായി ഒതുങ്ങുകയും ചെയ്തതോടെ കെ സി പക്ഷത്തേക്ക് കൂട്ടത്തോടെ നേതാക്കൾ ഒഴുകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഗ്രൂപ്പിനതീതമായി എല്ലാ നേതാക്കളും കെ സി വേണുഗോപാലുമായി കൂടി ബന്ധമുണ്ടാക്കാനുള്ള ഓട്ടപ്പാച്ചിലാണ്. ഗ്രൂപ്പുകൾ ശിഥിലമായതോടെ പ്രാദേശിക നേതാക്കളിൽ ബഹുഭൂരിപക്ഷവും കടുത്ത അനിശ്ചിതത്വവും അനാഥത്വവും അനുഭവിക്കുകയാണ്. പെർഫോമൻസ് നോക്കി പദവി എന്ന തത്വം മെല്ലെ മെല്ലെ നടപ്പാക്കാനുള്ള ശ്രമമാണ് കെ സി വേണുഗോപാലും വി ഡി സതീശനും ശ്രമിക്കുന്നത്. തൃശ്ശൂരിൽ കഴിഞ്ഞ ഞായറാഴ്ച നടന്ന പാർട്ടി സമ്മേളനത്തിൽ കെ സി വേണുഗോപാൽ ഇക്കാര്യത്തിൽ സൂചന നൽകി കഴിഞ്ഞു. പുനഃസംഘടനയിൽ പദവികൾ പരിഗണിക്കുമ്പോൾ എത്ര പേരെ വോട്ടർപട്ടികയിൽ ചേർത്തു എന്നുകൂടി പരിശോധിക്കുമെന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞു. കോൺഗ്രസ് വാർഡ് പ്രസിഡന്റുമാരെ ഇതര സംസ്ഥാനക്കാരായ AICC നിരീക്ഷകർ നിരന്തരം വിളിച്ച് വിവരങ്ങൾ തേടുന്നതും മറ്റൊരു ശൈലിയാണ്. ഗ്രൂപ്പിൻ്റെ മാത്രം ബലത്തിൽ പിടിച്ചു നിന്ന പല നേതാക്കളും ഇപ്പോൾ പ്രതിസന്ധി നേരിടുകയാണ്. 50 പ്രവർത്തകരെ സംഘടിപ്പിക്കാൻ ശേഷിയുള്ള വാർഡ് നേതാക്കൾക്ക് മുൻപിൽ ബ്ലോക്ക് തലത്തിലുള്ള പല നേതാക്കളും മുട്ടിലെഴിയുന്ന സ്ഥിതിവിശേഷവുമുണ്ട്. ശക്തരെന്ന് തോന്നുന്ന ജില്ലാ നേതാക്കളെ എല്ലാം കണ്ട് അഭയം തേടുന്ന നിരവധി പ്രാദേശിക നേതാക്കളുമുണ്ട്. എവിടെ നിന്ന് സംരക്ഷണം കിട്ടുമെന്ന ചോദ്യത്തിന് മുന്നിൽ ആർക്കും വ്യക്തമായ ഉത്തരമില്ല. KPCC ജനറൽ സെക്രട്ടറിമാർ, DCC പ്രസിഡന്റുമാർ, DCC ഭാരവാഹികൾ എന്നിവരെയാണ് നിലവിലെ പുനഃസംഘടനയിൽ തീരുമാനിക്കുന്നത്. എ ഗ്രൂപ്പിനും ഐ ഗ്രൂപ്പിനുമായി ഇത്തവണ പ്രത്യേക പട്ടികയില്ല. പ്രധാന നേതാക്കളായ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും നാമമാത്ര പേരുകളെ ഭാരവാഹി പട്ടികയിലേക്ക് നിർദ്ദേശിച്ചിട്ടുള്ളൂ. എന്നാൽ കെ സുധാകരൻ 60 പേരുകൾ വരെ നിർദ്ദേശിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരം. KPCC ജനറൽ സെക്രട്ടറിമാരായി 2 പേരെയും തിരുവനന്തപുരം DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ചെമ്പഴന്തി അനിലിനെയും മാത്രമാണ് വി ഡി സതീശൻ പട്ടിക നൽകി നിർദ്ദേശിച്ചത്. പുനഃസംഘടനയിൽ ഭാരവാഹികളായി ആരെ പരിഗണിച്ചാലും അവരുടെ മെറിറ്റ് പരിശോധിക്കാൻ തന്നെ അനുവദിക്കണമെന്നാണ് വി ഡി സതീശൻ്റെ ഒരാവശ്യം. ഇലക്ഷൻ മാനേജ്മെൻറ്റ് നന്നായി ചെയ്യാനറിയാവുന്ന വി ഡി സതീശൻ്റെ ആവശ്യത്തോട് നേതൃത്വത്തിന് പുറംതിരിയാനാകാത്ത സ്ഥിതിയുമുണ്ട്. പുനഃസംഘടനയിൽ കെ സി വേണുഗോപാലിൻ്റെ അപ്രപാദിത്വം പ്രകടമാകുമെങ്കിലും വി ഡി സതീശനെ അവഗണിക്കില്ലെന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. VM സുധീരൻ സ്വന്തം നിലയിലും ഷാഫി പറമ്പിൽ PC വിഷ്ണുനാഥ് സംഘവും തങ്ങളുടേതായ പട്ടിക നൽകിയിട്ടുണ്ട്. ചെറു സംഘങ്ങളുടെയും വ്യക്തികളുടെയും പട്ടികകൾ വേറെയുമുണ്ട്. പട്ടിക നൽകി എന്നല്ലാതെ ഗ്രൂപ്പുകൾ ശിഥിലമായതിനാൽ കാര്യമായ സമ്മർദ്ദത്തിന് ആർക്കും ശക്തിയില്ല. ഈ ഒരു പ്രത്യേകത ഇപ്പോൾ നിലവിലുണ്ടായിട്ടുണ്ട്.
ജില്ലകളിൽ എ ഗ്രൂപ്പിൻ്റെയും ഐ ഗ്രൂപ്പിൻ്റെയും മാനേജർമാരായിരുന്നവരിൽ പലരും കെ സി ഗ്രൂപ്പിലേക്ക് ചാഞ്ഞെങ്കിലും ആളെ കൂട്ടാൻ അവർ ശ്രമിക്കുന്നില്ല. കെ സി ഗ്രൂപ്പ് പൂർണ്ണ സജ്ജമായി ഇതുവരെ സംഘടിക്കപ്പെടാത്തതുകൊണ്ടുള്ള അനിശ്ചിതത്വമാണിത്. കെ സി ഗ്രൂപ്പ് ആണെന്ന് പരസ്യമായി പറയുന്ന നേതാക്കൾ ജില്ലയിലും ബ്ലോക്കിലും വെവ്വേറെയായി നിലകൊള്ളുന്ന സ്ഥിതിവിശേഷവും നിലവിലുണ്ട്. ഫലത്തിൽ ഓരോ നേതാവും ഓരോ ഗ്രൂപ്പ് എന്നതാണ് കോൺഗ്രസിലെ ഇപ്പോഴത്തെ അവസ്ഥ. അതേസമയം കേരളത്തിലെ കോൺഗ്രസിനുള്ളിലെ ഏറ്റവും ആത്മവിശ്വാസമുള്ള ഗ്രൂപ്പ് എന്ന് കെ സി ഗ്രൂപ്പിനെ വിശേഷിപ്പിക്കാം. തുറുപ്പുകുലാൻ സിനിമയിൽ സലിംകുമാർ പറയുന്നത് പോലെ ഞാൻ ഗുലാൻ്റെ ആളാണെന്ന് പറയും പോലെയാണ് ഞാൻ കെ സിയുടെ ആളാണെന്ന് പറയുന്നത്. പല നേതാക്കൾക്കും സുരക്ഷിതത്വ ബോധം കിട്ടുന്നതും ഇപ്പോഴാണ്. ചെന്നിത്തലയും കെ സി ജോസഫും പോലും കെ സിയുടെ ഔദാര്യത്തിനായി കാത്തു നിൽക്കുന്ന കാലം, അഥവാ കെ സി ഏകരക്ഷകൻ എന്ന് ചൊല്ലുന്ന കോൺഗ്രസ് നേതാക്കളെ എങ്ങും കാണാം. യേശു ഈ വീടിൻ്റെ ഐശ്വര്യം എന്നുള്ള പല ബോർഡുകളും പല ക്രിസ്ത്യൻ ഭവനങ്ങളുടെ മുന്നിലും കാണാറുണ്ട്. ഇതൊരു ജാതീയമായ അധിക്ഷേപമല്ല. ഈ അവസ്ഥയിലാണ് കോൺഗ്രസിലെ നിലവിലെ സ്ഥിതി. കെ സി ഈ വീടിൻ്റെ ഐശ്വര്യമാകട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം.